നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ വിഷ്ണുവേട്ടനും എന്റെ ആദ്യത്തെ കുഞ്ഞ്. മരിക്കും വരെ സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല. കരച്ചിലെടുത്ത് ഈ സമയത്ത് എന്തിനാ മരണത്തെ കുറിച്ചൊക്കെ പറയണേ? നോക്കി താനേ നമ്മുടെ കുഞ്ഞിന്റെ ജനനത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കുഞ്ഞ് ഇയാളുടെ വയറ്റിലുണ്ടാകുമ്പോ താനാണല്ലോ ആദ്യം അറിയുന്നേ. പിന്നെ അക്കാര്യം താൻ ആദ്യം എന്നോട് പറയാൻ പാടില്ലേ? ആദ്യം ഞാൻ അറിയും, എന്നിട്ട് ഞാൻ ആ കാര്യം പെരുമ്പറ കൊട്ടി ഈ നാട് മുഴുവൻ അറിയിക്കും. എന്നിട്ട് നമ്മുടെ കമലിനെ എല്ലാരും വിളിച്ച് നല്ല ഉത്സവമാക്കണം നമുക്ക്. വിഷ്ണുവിനും ശാലിനിക്കും കുഞ്ഞു ഉറക്കാൻ പോകുന്ന അറിയാത്തവരായിട്ട് ഈ നാട്ടിൽ ആരും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഗർഭകാലം, ആ സമയം മുഴുവനും ഞാൻ ഇയാൾക്ക് കൂട്ടുണ്ടാവും കേട്ടോ. ഇയാൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ട് കഥകൾ കേട്ട് നമുക്കങ്ങ് ഒരുമിച്ചിരിക്കാന്നേ. എങ്ങനെയുണ്ട്? എടോ പിന്നെ ആ സമയത്ത് ഇതുപോലെ സങ്കടപ്പെട്ടിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. എടോ അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കൂത്രേ. ഒടുവില് പ്രസവ ദിവസം ആവുമ്പോ ടെൻഷനൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഡേറ്റിന് ഒരാഴ്ച മുമ്പെങ്കിലും ഇയാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കണം. അപ്പോഴും ഞാൻ കൂട്ടിനുണ്ടാവും. എന്നാലും ഒരു പിന്നെ ആ സമയത്ത് ഭർത്താക്കന്മാര് കൂട്ടിനുണ്ടാവുന്ന ഭാര്യമാർക്ക് ഒരു ആശ്വാസം എന്നാ പറയണേ. തന്റെ എല്ലാ വേദനയിലും ഞാൻ ഒപ്പം ഉണ്ടാവും. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഹോസ്പിറ്റല്, ഏറ്റവും നല്ല ഡോക്ടർമാര്, ചികിത്സാ സൗകര്യങ്ങള്, അതിപ്പോ ഏത് നാട്ടിലായാലും വേണ്ടില്ല, എത്ര ചെലവ് വന്നാലും കുഴപ്പമില്ല. എന്റെ അമ്മോ, ഒടുവിൽ ആ പ്രസവ വേദന അങ്ങ് ആരംഭിച്ച് കഴിയുമ്പോ എന്ത് വേദന കൂടി വരികയാണല്ലോ. വിഷ്ണുട്ടൻ പൊയ്ക്കോ, ഇതേ സമയം ഒരുപാടായില്ലേ. എവിടുന്ന്? എടോ ഇയാളുടെ അടുത്ത് നിൽക്കുമ്പോ സമയം പോകുന്ന അറിയില്ല. എനിക്ക് ഉറക്കം വരുന്നു വിഷ്ണുട്ട. എന്നാ ഉറങ്ങിക്കോ. പുറത്തേക്ക് വരുന്നില്ലേ? വിഷ്ണുട്ട പൊയ്ക്കോ, ഞാൻ പൊയ്ക്കോളാം. ഓ, വാക്കാണല്ലോ വലുതെല്ലാവർക്കും. ആയിക്കോട്ടെ. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാർക്കറ്റിൽ വരുന്നവരെ ശല്യപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അധികാരം? നീ ആരാടി? ഇങ്ങോട്ട് പോരെ. വരാനല്ലേ പറഞ്ഞ? പേടിക്കണ്ടെന്നേ. അവന്മാരെ പെൺകുട്ടിയുടെ മോശമായി പെരുമാറുന്ന കണ്ടില്ലേ? നീ അവളുടെ കോലം കണ്ടില്ലടാ. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇറങ്ങിയാലേ ഇതൊക്കെ ഉണ്ടാവും. ഇതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഈ കിട്ടുന്നതേ അവളുടെ കയ്യിലിരിപ്പിന്റെ കൂലിയാ.
വിട്. നന്നായി മോളെ, അവന്മാരടുത്ത് മുട്ടാൻ പോവല്ലേ, പിന്നെ തല ഉണ്ടാവില്ല. അവന്മാര് ചകുത്താമാരാ, അവന്മാർക്ക് വേണ്ടത് ദൈവം തിരിച്ചു കൊടുത്തോളൂ. അതിലൊന്നും ഇടപെടണ്ട. കയ്യിന്ന് വിട്. വിടാനാ പറഞ്ഞെ. വരാനല്ലേ പറഞ്ഞു. പോ. ഈ മാർക്കറ്റിലെ നിന്റെയൊക്കെ വേഷം കെട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഒരു കാര്യം നീയൊക്കെ മനസ്സിലാക്കിക്കോ, ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലാത്തോണ്ടല്ല, ആർക്കും സമയമില്ലാത്തോണ്ടാ. സമയമുണ്ടാക്കി കാവില് നിൽക്കണമെന്ന് തീരുമാനിച്ചാലേ നിന്റെയൊക്കെ മുട്ടുകാൽ ഇവരെ തല്ലി ഓടിക്കും. ചെല്ലേ, ഇനി ഒറ്റ ഒരുത്തനെയും ഈ മാർക്കറ്റിന്റെ അകത്ത് കണ്ടുപോരുത്. മോള് പേടിക്കണ്ട, എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോ. ഇനി ആരുടെ ശല്യം ഉണ്ടാവില്ല. താങ്ക്സ്. കണ്ടവരെ കണ്ടപ്പോ അവരുടെ കാൽമുട്ട് വിറച്ചു. തല്ല് കൊള്ളുന്നവരായാലും തല്ല് കൊടുക്കുന്നവരായാലും ഒക്കെ വൃത്തിയോടാമാരാ. ഒന്ന് നിർത്ത. ആണത്തുള്ളവര് അങ്ങനെ പലതും ചെയ്യും. അതില്ലാത്തവന്മാര് വാ പൊത്തി മിണ്ടാതിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സന്ദീപിനെ ഒരിക്കലും കിട്ടില്ല എന്നൊരവസ്ഥ വരുമ്പോ ഒന്നുകിൽ അതിന് കാരണക്കാരിയായ അവളെ കൊന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ സ്വയം ഇല്ലാതായിക്കൊണ്ട് ഞാൻ കണക്ക് തീർത്തോന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ? ഇത് രണ്ടും ചെയ്യാത്തത് അതൊന്നും അല്ല അർച്ചനയ്ക്കോ ആദരയ്ക്കോ ഉള്ള ശിക്ഷയെന്ന് തോന്നിയത് കൊണ്ടാ. അവളുമാരനുഭവിക്കുന്നത് എനിക്ക് കാണണം. ഹലോ, സുഖാണോ? ഈശ്വരന്റെ സഹായത്തിൽ നല്ല സുഖ. എങ്കിൽ അതേ ഈശ്വരൻ നിനക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. നീ എന്നെ ഇതുപോലെ വീഡിയോ കോൾ വിളിച്ചില്ലേ, ഒരു ഡയറിയുടെ പേരും പറഞ്ഞ്? ഓർക്കുന്നുണ്ടോ? അത് മറക്കാൻ പറ്റില്ലല്ലോ. എങ്കി ഇനി ആ ഡയറിയുടെ കാര്യം മറക്കണം. നീ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഡയറി ഇപ്പോ അവിടെ ഉണ്ടോന്ന് എനിക്കൊരു സംശയം. എന്റെ സംശയം ശരിയാണോന്നൊന്ന് പോയി നോക്കിക്കേ. നീ വെച്ചിരിക്കുന്നിടത്ത് ആ ഡയറി ഉണ്ടെന്ന് പോയി നോക്കാൻ. അവിടെ ഇല്ലല്ലേ? ആ, അവിടെ കാണില്ലെന്ന് എനിക്കറിയാം. കാരണം എന്റെ കയ്യിലിരിക്കല്ലേ. ഇനി നേരെ ഇവിടുത്തെ കാർ പോർച്ചിലേക്ക് വാ. വാ.
ഞാൻ നിന്നോട് വെറുതെ വരാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ ആജീവനാന്തകാലം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നീ കരുതി വെച്ച ഈ ഡയറി അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ എന്ന് കരുതി. ഹ, നിന്റെ മുഖത്ത് ദേഷ്യത്തെക്കാൾ സംശയമാണല്ലോ. അതെന്താണെന്ന് എനിക്കറിയാം. ഈ ഡയറി എങ്ങനെ എന്റെ കയ്യിൽ വന്നു എന്നല്ലേ? അത് ഞാൻ ഈ വീട്ടിൽ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തതാ. വേറെ ആർക്കുമല്ല, അനഘയ്ക്ക് തന്നെ. അവളാ നിന്റെ കിടപ്പുമുറിയിൽ നിന്ന് ഇത് മോഷ്ടിച്ച് ഭദ്രമായിട്ട് എന്റെ കൈക്കൊണ്ടു തന്നത്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അധിക നാൾ ഈ ഡയറി വെച്ച് കളിക്കാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിലും അർച്ചനയുടെ പകരം വീട്ടലിനൊക്കെ ആയുസ് കുറവാ. ഇന്നത്തോടെ തീരുവാണ് ആ അധ്യായം. മാനേജർ വിജയുടെ ഡയറി ഇനി ഉണ്ടാവില്ല. ആത്മഹത്യാക്കുറിപ്പും ഉണ്ടാവില്ല. പുറം ലോകം അറിയണമെന്ന് അവൻ ആഗ്രഹിച്ച ഒന്നും ഇനി ബാക്കിയുണ്ടാവില്ല. എല്ലാം ശുഭാവാൻ പോകുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാത്രം കഴുകാനുള്ള സോപ്പ് എവിടെ? അയ്യോ മാളു, അത് തൊടല്ലേ. ഗംഗേ, ഗംഗേ ഓടി വാ, മാളുവിനെ രക്ഷിക്കേ. ഗംഗേ, ഗംഗേ. മാളു എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ ഗംഗയെ സഹായിക്കാൻ വന്നതാ. ഇതൊന്നും മോള് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം കേട്ടോ. മാള് പോയി കളിച്ചോ. ഇവിടെ ഒത്തിരി ജോലി ഗംഗ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നേ, അപ്പൊ ഞാൻ സഹായിക്കണ്ടേ? എന്റെ മാളു കൊറേ വലുതായിട്ട് എന്നെ സഹായിച്ചാ മതി കേട്ടോ. ശരി, എന്നാ ഞാൻ കളിക്കാൻ പോട്ടെ. ആ, ഇവളെപ്പോഴാ ഇതിനകത്ത് കയറിപ്പോയത്? അറിയില്ല. രണ്ടും കൂടി ഒരുമിച്ച് ഷോക്കടിച്ച് തീർന്നാ മതിയായിരുന്നു. ശല്യല്ലേ ഒരുമിച്ച് തീർന്നേനെ. വിവരക്കേട് പറയാതമ്മേ. എന്റെ മഹേട്ടന്റെ വിവാഹം കഴിയും മുമ്പ് മാളൂന് എന്തെങ്കിലും പറ്റിയ നമ്മുടെ പ്ലാനിങ് എല്ലാം വെറുതെ ആവും. ഓ, അത് ശരിയാ, ഞാനത് ഓർത്തില്ല. ഈ കുട്ടിപ്പിശാച് അകത്തെന്തെങ്കിലും ഒപ്പിച്ച് നമ്മുടെ കെണിയൊക്കെ നശിപ്പിച്ചു കാണുമോ? നശിപ്പിക്കാൻ അതിൽ തൊട്ടിരുന്നെങ്കിൽ ഇപ്പൊ അവള് ജീവനോടെ ഇറങ്ങി പോവായിരുന്നു. ഓ, നിന്ന് മണ്ടത്തരം വിളമ്പാതെ ഗംഗ അകത്ത് എന്താ പരിപാടി എന്ന് നോക്കാം.
അവളെ ഷോക്ക് അടിക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണണ്ടേ അമ്മേ? നീ വാ നോക്കാം, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗേ 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 കണ്ണു നോക്ക്. ഗംഗേ ഗംഗേ എന്താ പറ്റിയ? ഗംഗേ എഴുന്നേക്ക്. ഗംഗേ 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 ശ്രീ മഹേശ്വര, ഗംഗേ ഗംഗയെ രക്ഷിക്കണേ. ഗംഗ എഴുന്നേക്ക്, ഗംഗ എഴുന്നേക്ക്. ഗംഗേ ഗംഗേ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എഴുന്നേക്ക്. അവിടെ തീയോ? വാ വാ. എന്റെ ശ്രീ മഹേശ്വര, എന്റെ ഗംഗയെ രക്ഷിക്കണേ. ഗംഗയ്ക്ക് ഒന്നും പറ്റരുത്. എന്റെ അമ്മ മരിച്ചു പോയതല്ലേ. ഇനി എനിക്ക് ഗംഗയിലെ അമ്മയായുള്ളൂ. എനിക്ക് ഗംഗയെ വേണം. ഗംഗയെ രക്ഷിക്കണേ ശ്രീ മഹേശ്വര. ഗംഗേ 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 മോളെ ഗംഗേ ഇവിടെ ചത്തില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ അയ്യോ മുത്തശ്ശി, അയ്യോ മുത്തശ്ശി, മുത്തശ്ശി. എനിക്ക് മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി കണ്ണു തുറക്ക്. സഞ്ജു, അയ്യോ ആരെങ്കിലും ഒന്ന് ഓടിവായോ. സഞ്ജു, സഞ്ജു ഒന്ന് ഓടിവാ. മുത്തശ്ശി, അയ്യോ സഞ്ജു ഓടിവാ.
ആരെങ്കിലും ഓടി വാ. സഞ്ജു, അത് ഡോക്ടർ നിലവിളിയാണല്ലോ. എന്ത് പറ്റി ദൈവമേ? സ്വാതി, ലച്ചു, ആരെങ്കിലും വേഗം വാ. ദൈവമേ, താഴെ വീണത് ആരാ? ആ പെണ്ണിനെ തീർക്കാനല്ലേ നീ പോയത്? പിന്നെ താഴേക്ക് തള്ളിയിട്ടത് ആരെയാ? എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യ്, നീ വേഗം ഇവിടുന്ന് പോയി നോക്ക്. വാ. മുത്തശ്ശി, ആരെങ്കിലും ഓടി വാ. മുത്തശ്ശി, എഴുന്നേക്ക് മുത്തശ്ശി, എഴുന്നേക്ക് മുത്തശ്ശി. സഞ്ജു, ഒരു നിലവിളി കേട്ടല്ലോ ലച്ചു. നമുക്ക് നോക്കാം. വാ. വേഗം ഇതുവഴി പോ. ഇവിടെ വേറെ ആരുമില്ല. വേഗം രക്ഷപ്പെടും. എന്തോ ഒച്ച നിലവിളിയും കേട്ടല്ലോ. അറിയില്ല അച്ഛാ, ഞാൻ ആ റൂമിൽ നിന്ന് കേട്ടിട്ടാ വന്ന്. വാ, നമുക്ക് പോയി നോക്കാം. വാ അച്ഛൻ, വാ. അയ്യോ മുത്തശ്ശി, ലച്ചു, അയ്യോ മുത്തശ്ശി, 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 അമ്മേ, അമ്മേ, മുത്തശ്ശി കണ്ണു തുറക്ക്. മുത്തശ്ശി, 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 എന്ത് പറ്റി? മുത്തശ്ശി, എനിക്ക് മുത്തശ്ശി, അമ്മേ, അമ്മേ, മുത്തശ്ശി, എഴുന്നേക്കമ്മേ. മുത്തശ്ശി കണ്ണു തുറക്ക്. അമ്മ ഒന്ന് കണ്ണു തുറക്ക്. എനിക്ക് അമ്മേ. അയ്യോ, അമ്മയായിരുന്നോ? അമ്മേ. അച്ഛാ, അമ്മേ, അമ്മേ, അയ്യോ, അച്ഛാ, അമ്മേ, 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 മുത്തശ്ശി, മുത്തശ്ശി കണ്ണു തുറക്ക്. അമ്മേ, മുത്തശ്ശി, അയ്യോ മുത്തശ്ശി, മുത്തശ്ശി, അമ്മേ, അമ്മേ, അച്ഛാ, അച്ഛാ, അമ്മേ. നിങ്ങൾ മുത്തശ്ശി അകത്തോട്ട് കിടക്ക്. ചെല്ല്. പിടിക്കും. ലച്ചു, അവർ നോക്കിക്കോളൂ. ലച്ചു പിടിക്കും. മുത്തശ്ശി പിടിക്കാം. വാ, വേഗം കൊണ്ടുപോ. പിടിക്കും. ഓക്കെ. അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ സമയത്ത് അവിടെ ചെന്ന് കയറാൻ? ദക്ഷ പറഞ്ഞത് ശരിയാ. 100 ആയുസ് ആ പെണ്ണിന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവമേ, ആരെയും ഫോണിൽ കിട്ടുന്നില്ലല്ലോ. ദിനേശ് ചേട്ടനാണെങ്കിൽ ബാംഗ്ലൂർ പോയിരിക്കുക. അമ്മയ്ക്ക് ഒരു ആപത്തും പറ്റാതിരുന്നാ മതിയായിരുന്നു. അമ്മ എന്തിനാ ആ സമയത്ത് ടെറസിൽ പോയെന്നാ മനസ്സിലാവാത്തെ? എനിക്കറിയില്ല കവിതേച്ചി. അമ്മ ടെറസിനരികെ പോയി നിന്ന് കാണും. മഴ പെയ്ത് അവിടെ എല്ലാം തെന്നി കിടക്കുക. സ്ലിപ്പായി പോയതാകാനും ചാൻസ് ഉള്ളൂ. എനിക്കൊരു പ്രതീക്ഷയുമില്ല. അത്ര ഉയരത്തിന്നല്ലേ അമ്മ താഴെ വീണത്. ഗോവിന്ദ് ഭാര്യ എടുക്കുമ്പോ ഒരു പെടച്ചില് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ്. കവരി, കരയാതെ.
കരഞ്ഞു ഒച്ച വെക്കല്ലേ. അച്ഛൻ മയങ്ങ. ആരോ വന്നെന്ന് തോന്നുന്നു. ചേച്ചി, അച്ഛൻ എവിടെ? കാവേരി, നിങ്ങളെല്ലാരും കൂടി എന്തിനെങ്ങനെ കരയുന്നേ? അച്ഛൻ റൂമിലുണ്ടോ? ഉണ്ട്. നിങ്ങളെല്ലാരും എന്തിനെങ്ങനെ കരയുന്നത്? അത് കാണുമ്പോ എനിക്ക് പേടിയാവാ. അമ്മ, വലിച്ചി, വലിച്ചി, അമ്മയ്ക്ക് എന്താ സംഭവിച്ചേ? നമ്മുടെ അമ്മ പോയടി. അയ്യോ, എന്റെ അമ്മ. കാവേരി, കാവേരി, ഒന്ന് ഇരുത്തിയേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാം എടുത്തല്ലോ, നമുക്ക് പോവാം. സർ, നമുക്ക് ഇപ്പൊ പോണോ സർ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചത്? നമുക്ക് ഇവിടെ കുറച്ചു ദിവസം കൂടി താമസിച്ചിട്ട് പോയാ പോരെ സർ? എനിക്കിവിടെ താമസിച്ച് മതിയായില്ല. ഇനി ഇവിടെ നിൽക്കാനോ? അതെ, ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെ ആകെ തകിടം മറിഞ്ഞു കിടക്കുകയല്ലേ. ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ദിവസം എത്രയായി? ഇനിയും വൈകി അതൊരു പ്രശ്നമാവും. അത് ബിസിനസിനെ ബാധിക്കും. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. സർ, നമ്മളിവിടെ വന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അത് സാധിച്ചില്ലല്ലോ സർ. ഉദ്ദേശമോ? എന്തുദ്ദേശം? അമ്മേ, നമ്മളിവിടെ വന്നത് ഗായത്രി അമ്മയുടെ ഓർമ്മയ്ക്കായി പൂജ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പിന്നെ ഗായത്രി അമ്മയുടെ വിരലടയാളം കൂടി കണ്ടെത്തണമെന്ന് കരുതിയ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ആ വിരലടയാളം കിട്ടിയെങ്കിലല്ലേ മാജിക് ബോക്സിനുള്ളിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അമ്മയെ കൊന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ, ആ കൊലപാതകത്തെക്കുറിച്ചുള്ള തെളിവുകൾ, അതൊന്നും അറിയാൻ കഴിയില്ലല്ലോ. എന്നിട്ട് നിങ്ങളതിവിടെ അന്വേഷിച്ചോ? തിരഞ്ഞു. എല്ലായിടത്ത് തിരഞ്ഞിട്ടും കിട്ടിയില്ല അല്ലേ? ഇല്ല. ഒരു സാധനം ഉള്ളിടത്ത് തിരഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഇല്ലാത്തടത്ത് തിരഞ്ഞാ അതെങ്ങനെയാ കിട്ടുന്നത്? ഈ വീട് മുഴുവൻ തിരഞ്ഞിട്ടും ആ വിരലടയാളം ഇവിടെ ഇല്ലെങ്കിൽ അതിനി ഇവിടെ കാണുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? മോനെ വിശാൽ, ഗായത്രി ദേവിയുടെ വിരലടയാളം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് ഇതിനു മുമ്പ് കിട്ടുമായിരുന്നു. അല്ലെങ്കിലും വർഷം 10-20 കഴിഞ്ഞില്ലേ? ഇനി ആ വിരലടയാളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതില് വല്ല അർത്ഥവുമുണ്ടോ? മോനെ, അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ കണ്ടെത്താമെന്നുള്ള ഉദ്ദേശത്തോടെ നിങ്ങൾ ഇവിടെ തങ്ങുന്നത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയൂ. വെറുതെ സമയം പാഴാക്കാന്നല്ലാതെ. അല്ല,
അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇനി ഇങ്ങോട്ട് വരാമല്ലോ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇറങ്ങാൻ നോക്ക്. വിപിൻ, പല്ലവി, വാ. ഗോപിയേട്ടാ വാ. പ്രഭാവതി, എടാ വാ. ഗോപിയേട്ടാ വാ. പ്രഭാവതി, വിശാൽ സർ, അമ്മ ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോ എന്ത് ചെയ്യും പാർവതി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടാ മോനെ? എന്തിനാ നീ വണ്ടി നിർത്തിയേ? കണ്ടില്ലേ, ബോർഡ് വീണിരിക്കുന്നു. മോനെ, ഇതൊരു ദുർനിമിത്തമാണെന്നാ എനിക്ക് തോന്നുന്നത്. പ്രതാപ, ഈ ബോർഡ് റോഡിൽ നിന്ന് എടുത്തു മാറ്റിയേ. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. വാ. വേണ്ട, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശകുനം തീരെ ശരിയായില്ല. അതുകൊണ്ടാ നമ്മുടെ യാത്ര തടസ്സപ്പെട്ടതും. എന്റെ അഭിപ്രായത്തിൽ നമുക്കിനി മുന്നോട്ട് പോകണ്ട. മുന്നോട്ട് പോയാ വേറെ എന്തെങ്കിലും ആപത്ത് വന്നാലോ? നമുക്ക് തിരികെ വീട്ടിലേക്ക് തന്നെ പോവാം. പാർവതി, നീ എന്ത് പൊട്ടത്തരമായി പറയുന്നേ? ഇതൊരു പഴയ ബോർഡല്ലേ? പഴയ ബോർഡുകളുടെ കുറ്റികളൊക്കെ ദ്രവിച്ചിരിക്കും. ദ്രവിച്ച ഈ ബോർഡുകള് എപ്പോ വേണമെങ്കിലും ഇളകി വീഴും. അതിനൊരു ചെറിയ കാറ്റടിച്ചാ മാത്രം മതി. ഇനിയിപ്പൊ കാറ്റ് പോലും വേണമെന്നില്ല. ഇതിപ്പോ വീണത് കൊണ്ട് നമ്മള് കണ്ടു. നാളെ ആയിരുന്നെങ്കിലോ? അതുകൊണ്ട് പാർവതി പറയുന്നതില് അർത്ഥമൊന്നുമില്ല. അത് പാർവതിയുടെ മനസ്സിന്റെ അന്ധവിശ്വാസമാണ്. അതൊക്കെ വിട്ടേക്ക് പാർവതി. നമുക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് മുന്നോട്ട് പോവാൻ നോക്കാം. എടാ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, അമ്മ പറഞ്ഞതുപോലെ ഈ ബോർഡ് എപ്പോ വേണമെങ്കിലും വീഴാം. നമ്മൾ വരുന്നതിന് മുമ്പ് വീഴാം, നാളെയും വീഴാം. ബോർഡ് ദ്രവിച്ചതാ, എല്ലാം ശരിയാ. പക്ഷേ പാർവതി പറഞ്ഞതിനെ അന്ധവിശ്വാസമായി തള്ളിക്കളയാൻ എനിക്കിപ്പോ തോന്നുന്നില്ല. വിശാല് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഏതാ? എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്? ശ്യാമയുടെ ഫ്രണ്ട് അല്ലേ? സർ, ഞങ്ങൾ ടെക്സ്റ്റൈൽസിലെ പർച്ചേസിങ്ങിന് വന്നതാ. അപ്പോഴാ ഇവര് വീഡിയോ എടുത്തത്. നീയല്ല, ഇവള് കാര്യങ്ങൾ പറയട്ടെ.
ഇതാരാ? ഇത് ശ്യാമ, എന്റെ ഫ്രണ്ടാ. അപ്പോ ശ്യാമ നിന്റെ ഫ്രണ്ട്, നീ ശ്യാമയുടെ ഫ്രണ്ട് അല്ലേ? സർ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പരാതി ഇല്ലേ? ഇല്ല, പരാതിയില്ല. പിന്നെ പോലീസിനെ ബുദ്ധിമുട്ടിച്ചെന്തിനാ? അത് ടെക്സ്റ്റൈൽസിലെ മാനേജറാ വിളിച്ചത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ പോലീസിനെ വിളിക്കും, അത് തെറ്റാണോ? അല്ല, അത് തെറ്റല്ല സാറേ. ഞങ്ങൾ ഇവരോട് മാപ്പ് ചോദിക്കാം. ഒരബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം സാറേ. പെങ്ങളെ ക്ഷമിക്കണം. സാറിന്റെ മുമ്പ് വെച്ച് ആ വീഡിയോ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തേക്കാം. പ്ലീസ് പൊറുക്കണം. ഇനി ആവർത്തിക്കില്ല സാർ, മാപ്പ് തരണം. സർ, ഞങ്ങൾക്ക് എന്തായാലും പരാതിയില്ല. നിനക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ? വീഡിയോ ഡിലീറ്റ് ചെയ്യടാ. ശരി സാർ, ചെയ്തു സാർ. മേലാൽ ഇനി ഇത് ആവർത്തിക്കരുത്, കേട്ടല്ലോ? ശരി സാർ. ഓ, നമുക്കും പോവാം. ആശാമേ. സർ, എന്നാ ഞങ്ങളും പോയിക്കോട്ടെ. ഒന്ന് നിന്നേ. ഇവളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഇല്ല സർ, ഞാനിങ്ങനെ സ്റ്റേഷനിൽ വന്നിട്ടില്ല. അല്ല, മറ്റെവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ ഒരു പരിചയം. അങ്ങനെ വരാൻ വഴിയില്ല സർ. സർ, സർ, ഞങ്ങൾ പോയിക്കോട്ടെ. നിന്റെ പേരെന്താ? അത് എന്താ പേരില്ലേ? ഞാൻ പേര് പറയടി. എന്താ? സ്കൂൾ ജംഗ്ഷനിൽ ആക്സിഡന്റ്. സ്കൂൾ വാനിനെ സൂപ്പർഫാസ്റ്റ് ഇടിച്ചു തെറിപ്പിച്ചു. നിരവധി കുട്ടികൾക്ക് പരിക്കുണ്ട്. ജീപ്പ് എടുക്കാൻ പറയ്. എന്റെ കൃഷ്ണ. ഈശ്വര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹ വാർഷിക നാളെ. എന്താ ശരിയല്ലേ? അപ്പോ അരുണ ദിവസം മറന്നില്ല? ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കാ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറക്കാനോ? അതും ആ ദിവസം. നന്നായി. ഞാനൊന്നും മറന്നിട്ടില്ല അബി. എന്റെ ശ്വാസം നിലയ്ക്കുന്നതുവരെയും അതൊന്നും ഞാൻ മറക്കില്ല. ആ കോളേജിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം, അന്നത്തെ ആ സംഭവം അബിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കോളേജില് ആദ്യമായിട്ട് വന്ന ദിവസം. റാഗിങ്ങിന്റെ പേരിൽ എന്നെ എന്റെ ഫ്രണ്ട്സിനെയും കുറെ ചെക്കന്മാര് തടഞ്ഞു നിർത്തി. അവരുടെ അടുത്ത് നിന്ന് എന്നെ എന്റെ ഫ്രണ്ട്സിനെയും രക്ഷിച്ച ആ ചുള്ളൻ ചെക്കനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ നമ്മള് രണ്ടുപേരും എങ്ങനെയാ ഇത്ര അടുപ്പായെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അബിയല്ലേ ഇപ്പൊ പറഞ്ഞേ ആ ചുള്ളൻ ചെക്കനെ അന്നേ ശ്രദ്ധിച്ചിരുന്നുവെന്ന്? അത് തന്നെയാ കാരണം. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക. എന്തായാലും ശ്രീകുട്ടിയുമായിട്ട് നാളെ ഞാനവിടെ ഉണ്ടാവും. നമ്മുടെ വിവാഹ വാർഷികം നന്നായിട്ട് തന്നെ ആഘോഷിക്കാം. അത് ഞാൻ അരുണിന് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്.
ഗിഫ്റ്റോ? അതെന്താ? പറയേ, കേക്കട്ടെ. അത് അബി, പറയബി, എന്ത് ഗിഫ്റ്റാ? ഗിഫ്റ്റോ? അത് ഇവിടെ വരുമ്പോ കണ്ടാ മതി. ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം എങ്ങനെയാ? എന്തിനും ഇതുപോലെ വലിയൊരു സസ്പെൻസ് ഉണ്ട്. എന്തായാലും ഞാൻ പിന്നെ വിളിക്കാം. ശരി. അരുൺ, നിക്കവിടെ. ഏതാ ഇപ്പൊ വിളിച്ച പെണ്ണ്? ഏത് പെണ്ണിനെ അരുൺ ഈ രാത്രി വിളിച്ചേന്ന്? പെണ്ണോ? നീ ഒന്ന് പോയേ. ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. അച്ഛനമ്മയും കാണട്ടെ. അരുണിന്റെ ഈ സ്വഭാവത്തിന് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവണം. അങ്കിള് പറഞ്ഞ സത്യാണോ? നാളെ നമ്മൾ എന്റെ അമ്മയുടെ അടുത്ത് പോവാ. അങ്ങനെ അങ്കിൾ മോളോട് കള്ളം പറയോ? ഉറപ്പ്. നാളെ നമ്മൾ രണ്ടാളും കൂടി മോളുടെ അമ്മയെ കാണാൻ പോയിരിക്കും. ഇപ്പൊ നമുക്ക് സന്തോഷായില്ലേ? എനിക്ക് എന്റെ അമ്മയെ കാണാലോ. താങ്ക്സ് അങ്കിളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാപ്പ് കൊടുക്കാനോ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനോ ഭാര്യയായിട്ട് സ്വീകരിക്കാനോ ഒന്നുമല്ല. പക്ഷേ അവളെ എനിക്ക് കിട്ടണം. ആ മൈഥിലിയെ. സർ, എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ അവളെ കണ്ടെത്തണം. പിടികൂടി എന്റെ മുന്നിൽ കൊണ്ടുവരണം. ഓക്കെ സാർ. ഇല്ലെങ്കിൽ വിവരം അറിയിച്ച ഞാൻ അവിടെ എത്താം. ഓക്കെ സാർ. സാർ, സാർ, ഇത് ഒഫീഷ്യൽ അല്ല, വ്യക്തിപരമാണ്. നിങ്ങൾ ഈ ഉപകാരം എനിക്ക് ചെയ്തു തരില്ലേ? അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നേ? സാറിനെ ഈ അവസ്ഥയെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് മനസ്സിലാ സാർ? നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്കുക. സാർ ധൈര്യമായിട്ടിരിക്കുക. ആ കാര്യം ഞങ്ങൾ ഏറ്റു. താങ്ക് യു. കാർത്തി, നിന്നെ ഉപേക്ഷിച്ച് പോയവളെ നീ എന്തിനാ എന്നെ അന്വേഷിക്കുന്നേ? നിന്നെ വേണ്ടാന്ന് വെച്ചല്ലേ അവള് പോയത്. അത് ആരുടെയും പ്രേരണ കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കൊച്ചുകുട്ടിയാണോ അവൾ പ്രേരണയിൽ വീഴാൻ? അവളും അവനും തമ്മിൽ പ്രണയമായിരുന്നു. അതാ അതിന്റെ വാസ്തവം. നിന്നെപ്പോലെ അറിവും വിവേകവും കഴിവും കരുത്തുമുള്ള ഒരു ചെറുപ്പക്കാരനെ ഉപേക്ഷിച്ച് അവിടെ പോകണമെങ്കിൽ അത് പ്രേമം തന്നെ. പ്രേമം. അങ്ങനെ ഉറക്കത്തിൽ പോലും നിന്നെ വഞ്ചിച്ചിട്ട് പോയ ഒരു പെണ്ണിനെ നീ എന്തിനു അന്വേഷിക്കുന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഞാനും നീ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. കാരണം ഞാൻ അച്ഛനും നീ മകനുമാണ്. എടാ, നിന്നെ അപമാനിച്ചിട്ട് കടന്നു പോയവളാവൾ. അവളെ നീ ഇനി നിന്റെ ജീവിതത്തിൽ കാണരുതെന്ന് എന്റെ അഭിപ്രായം. കാണാൻ ശ്രമിച്ച അത് മറ്റൊരു നാണക്കേടാവും. അവളെ ഞാൻ അന്വേഷിക്കുന്ന എന്തിനാണെന്ന് അച്ഛൻ ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ എത്ര മരുന്നുകൾ പുരട്ടിയാലും അവളെ ഏൽപ്പിച്ച നാണക്കേടിന്റെ മുറിവ് ഉണങ്ങില്ല. അതുകൊണ്ട് അവളെ എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. ഒരു ദിവസമല്ല, ഒരാഴ്ചയുമല്ല, മാസങ്ങളോളം മനസ്സിൽ മറ്റൊരാളെ പ്രതിഷ്ഠിച്ച്
എന്നെ വഞ്ചിച്ചവളവള്. ഒരാണിന്റെ പ്രതികാരം എന്താണെന്ന് അവൾ അറിയണം. അത് ഞാൻ അവൾക്ക് അറിയിച്ചു കൊടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗദീഷേട്ടാ, ടെൻഷനിലാണോ? അല്ലടി, ഞാൻ വലിയ ഹാപ്പിയില്ല. ഐ ആം വെരി വെരി ഹാപ്പി. എന്താ മതിയോ? എന്റെ അമ്മ അകത്ത് ICU കിടപ്പില്ല. അപ്പൊ അവളുടെ ഒരു ചോദ്യം, ടെൻഷനാണോ? നിനക്കവര് ആ ജന്മ ശത്രുവായിരിക്കും. പക്ഷേ എനിക്ക് അവരെന്റെ കാണപ്പെട്ട ദൈവമാ. കാണപ്പെട്ട ദൈവം. ചെമ്പകമംഗലത്തെ അമ്മ എനിക്കും കാണപ്പെട്ട ദൈവോ? എനിക്കറിയാവടി നിന്റെയൊക്കെ മനസ്സിലിരിപ്പ്. മറിച്ചെങ്ങാനും നീ പറഞ്ഞ എന്റെ കൈത്തിരിപ്പ് നിന്റെ പെടലിക്കായിരിക്കുന്ന നിനക്ക് നന്നായിട്ട് അറിയാം. അത് പേടിച്ചില്ലടി നീ പറഞ്ഞത് എന്റെ അമ്മ കാണപ്പെട്ട ദൈവമാന്ന്. അയ്യോ, അങ്ങനെയല്ല. മിണ്ടരുത് നീ. എന്റെ മുന്നിലെ അഭ്യാസമോ തരികിടെ ഇറക്കിയാ നീ വിവരം അറിയും. ജഗദീഷേട്ടാ, ഭാര്യയെ അടക്കി ഭരിക്കുന്ന ഭർത്താവൊന്നും അല്ല ഞാൻ. പക്ഷേ ഭാര്യ നേരും നെറിവുള്ളവളായിരിക്കണം. ഞാൻ എന്ത് നെറുകേട് കാണിച്ചു ജഗദീഷേട്ടാ? എടി, നാടകം വേണ്ട, നാടകം വേണ്ട. പ്രത്യേകിച്ചും മാട്ട നാടകം ഒട്ടും വേണ്ട. ഞാൻ നേരെ വാ നേരെ പോകുന്ന ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാ മനുഷ്യനാ. അമ്മ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഭാര്യയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നീ സത്യസന്ധതയുള്ളവളായിരുന്നെങ്കിൽ, സ്വന്തം കുടുംബത്തോട് സ്നേഹമുള്ളവളായിരുന്നെങ്കിൽ എന്റെ അമ്മ ഹൃദയം തകർന്ന് ഹോസ്പിറ്റൽ ICU കിടക്കില്ലായിരുന്നു. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തു ജഗദീഷേട്ടാ? നീ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? നീ നിന്റെ ആങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ കുടുംബം തകർത്തു. ജോലിയും കൂലിയുമില്ലാത്ത മരങ്ങോടനും വിളയാടാൻ നീ അവസരങ്ങൾ ഒരുക്കി. എന്റെ കുടുംബത്തിലെ തേരാപ്പാര നടന്ന് അവൻ പ്രശ്നങ്ങളുണ്ടാക്കി. അവൻ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യുന്ന ഞാൻ കരുതിയില്ല ജഗദീഷേട്ടാ. അവനും മൈഥിലിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നെന്ന് നീ അല്പം മുമ്പ് എന്നോട് പറഞ്ഞു. അവര് തമ്മിൽ അടുപ്പുണ്ടായിരുന്നത് പണ്ടാ. അവര് പണ്ടേ കാമുകന്മാരായിരുന്നെങ്കിൽ എന്തിന് നീ അവനെ ചെമ്പകമംഗലത്ത് കയറ്റി താമസിപ്പിച്ചു? എന്തിന് നീ അവർ തമ്മിലുള്ള ബന്ധം എന്നെ മറച്ചു വെച്ചു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.